നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയും സ്വഭാവവും നേതാക്കളെ പരിഗണിക്കാതെ വരുമ്പോഴാണ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്കും മറ്റ് പാർട്ടിയിലേക്കും പോകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് 4 സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ മുതിർന്ന നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് നമ്മൾ 2-3 ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. കോൺഗ്രസിന്റെ സമീപനവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അടി പതറുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കർണാടകയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് അവിടെ ജനങ്ങളുടെ പ്രതിഷേധം അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ചേരിപ്പോര് തുടങ്ങിയിട്ടുണ്ട്. കർണാടകയിൽ സിദ്ധരാമയ്യയുടെ അഴിമതി അടക്കം ജനങ്ങൾക്ക് വലിയ തോതിൽ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കർണാടകയിൽ കോൺഗ്രസിന് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഡി.കെ. ശിവകുമാറും അതോടൊപ്പം സിദ്ധരാമയ്യയും തമ്മിൽ 2 തട്ടിലാണ് ഒരു അടി കലാശിച്ചാണ് സംഭവം ഇപ്പോൾ നിൽക്കുന്നത്. അത് ബി.ജെ.പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ വനിതാ നേതാക്കളുടെ ഒരു കൂട്ടിയാടി അല്ലെങ്കിൽ തമ്മിലടി തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിലേക്ക് നടക്കുന്നത്. അതായത് AICC വക്താവ് ഷമ മുഹമ്മദും KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി അത് അടിയിലേക്ക് കലാശിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഷമ മുഹമ്മദ് കോൺഗ്രസ് വക്താവല്ല എന്ന് കെ സുധാകരൻ പരസ്യമായി തന്നെ വ്യക്തമാക്കിയത്. അതോടെ ഷമ മുഹമ്മദിന് കോൺഗ്രസിൽ നിന്ന് ഒരു വിലയും ഉണ്ടായില്ല. അത് സുധാകരൻ എന്ന് പറഞ്ഞത് ഷമ മുഹമ്മദ് കോൺഗ്രസിന്റെ ഒരു നേതാവല്ല, സാധാരണ ഒരു വ്യക്തിയാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. കൂടാതെ ചാനൽ ചർച്ചകളിൽ പോലും ഷമ മുഹമ്മദിനെ പങ്കെടുക്കുന്നതിൽ കർശനമായ ഒരു വിലക്ക് ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് ഷമ മുഹമ്മദ് പാർട്ടി വിടുന്ന കാര്യം ആലോചിച്ചത് എന്ന് തന്നെ നമുക്ക് അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഷമയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഷമ ബി.ജെ.പിയിലേക്ക് പോകാൻ ഒരു നീക്കം നടത്തുന്നതായാണ് പുറത്തു വരുന്ന അനൗദ്യോഗികമായ വാർത്തകൾ. അതിന്റെ ആദ്യപടിയായി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനുമായി ഷമ മുഹമ്മദ് ഒരു അനൗദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വരുന്നുണ്ട്. ബി.ജെ.പിയിലേക്ക് ചേക്കേറുക വഴി ബി.ജെ.പിയുടെ ദേശീയ തലത്തിൽ തന്നെ ഒരു മികച്ച സ്ഥാനമാണ് ഷമ മുഹമ്മദ് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ കേരളത്തിൽ കോൺഗ്രസിൽ സുധാകരനും VD സതീശനും പോലും വിചാരിച്ചാൽ കോൺഗ്രസിനെ നേരായ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. KPCC തന്നെ അടിയുടെ ഒരു പൂരപ്പറമ്പാണ് എല്ലാ ദിവസവും അവിടെ അരങ്ങേറുന്നത്. എന്ന് വെച്ചാൽ അടിയോട് അടിയാണ്. കൂടാതെ സതീശനും സുധാകരനും തമ്മിലടിയാണ്. എപ്പോൾ രണ്ടും കാണുന്നു രണ്ടും മണ്ട അടിച്ചു കുളക്കുന്ന തരത്തിലാണ് രണ്ടിന്റെയും ചീത്തവിളിയായിരുന്നാലും അടിയായിരുന്നാലും. മാധ്യമങ്ങളുടെ മുന്നിൽ മാത്രം ചിരിച്ചുകൊണ്ട് ഈ തോളത്തെ കൈയിട്ടുകൊണ്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. മാധ്യമങ്ങളുടെ ക്യാമറ മാറുമ്പോൾ പിന്നെ രണ്ടും കൂടെ പൊരിഞ്ഞടിയാണ് പിന്നെ അവിടെ നടക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കളുടെ അടി പരിഹരിക്കാൻ ഡൽഹിയിൽ നിന്ന് മുതിർന്ന നേതാക്കൾ തന്നെ കേരളത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുന്നു. അപ്പോഴാണ് കോൺഗ്രസിൽ വനിതാ നേതാക്കൾ തന്നെ തല്ലുകൂടുന്നത്. വലിയൊരു തല്ലുമാല തന്നെയാണ് നടക്കുന്നത്. KPCC മാധ്യമ വിഭാഗത്തിന്റെ ചുമതല ദീപ്തി മേരി വർഗീസിനാണ്. ഇതിനായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ദീപ്തി രൂപീകരിച്ചിരുന്നു. പ്രധാന നേതാക്കളും കോൺഗ്രസുമായി ബന്ധമുള്ളവരുമാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ചാനൽ ചർച്ചകളിൽ നിലപാട് സർക്കാരിനെതിരായി ഉന്നയിക്കേണ്ട വിമർശനങ്ങൾ, ആരൊക്കെ ഏത് ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. ദീപ്തിയെ കൂടാതെ KPCC ഓഫീസിലെ 2 ജീവനക്കാരുമായിരുന്നു ഈ ഗ്രൂപ്പിലെ മറ്റ് അഡ്മിന്മാർ. ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഷമയെ ഒരു കാര്യവുമില്ലാതെ പുറത്താക്കിയിരിക്കുന്നത്. ഈ മാസം 16-നാണ് ഷമ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കിയത്. ഒരു കാരണവുമില്ലാതെ ഷമ മുഹമ്മദിനെ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ദീപ്തി അപമാനിച്ചുവെന്ന് ഒരു ഭാഗം നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷമ മുഹമ്മദ് കോൺഗ്രസ് വിടാൻ തയ്യാറാകുന്നു എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നത്. ഇതെന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത് AICCയുടെ അടുത്തേക്ക്, അതായത് രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്കും അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ അടുത്തേക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഷമ മുഹമ്മദ് ഒരു പരാതി തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു വാർത്ത. എന്തായാലും ഒന്നേ രാഹുൽ ഗാന്ധി നേരിട്ട് വരും, അല്ലെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ ഖാർഗെ തന്നെ നേരിട്ട് വന്നിട്ടായിരിക്കും കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു കലാപം അല്ലെങ്കിൽ അടി തന്നെ നിർത്തേണ്ടി വരിക ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മുതിർന്ന നേതാക്കൾ ആരെങ്കിലും വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ 2026 ഇലക്ഷനിൽ കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ ഉണ്ടാകില്ല. അവരേതെങ്കിലും മറ്റു പാർട്ടിയിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. ഇപ്പൊ തന്നെ സുധാകരൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഇലക്ഷൻ സമയം അടുക്കുമ്പോൾ കോൺഗ്രസിലേക്ക് ചാടാനായിട്ട് നിൽപ്പുണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ.